പെണ്ണ് കേസ് എന്ന സിനിമയുടെ പ്രൊമോഷനിടയിൽ നടൻ രമേശ് പിഷാരടിയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: വിജയ് ഇപ്പോൾ സിനിമകളിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുകയാണ്, അതുപോലെ രമേശ് പിഷാരടി നീങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ രമേശ് പിഷാരടി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: വിജയ് 200 കോടി രൂപ വാങ്ങി 10 സിനിമകളോളം ചെയ്തിട്ടാണ് ഇപ്പോൾ സിനിമകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ഞാനാവട്ടെ 2 കോടി രൂപയോളം കടത്തിലാണ് നിൽക്കുന്നത്. രമേശ് പിഷാരടി പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ജനനായകൻ എന്ന സിനിമയുടെ സാലറി ഏകദേശം 275 കോടി രൂപയാണ് വിജയ് വാങ്ങിയത് KVN പ്രൊഡക്ഷൻസിൻ്റെ കയ്യിൽ നിന്ന് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിജയ് തെന്നിന്ത്യയിൽ തന്നെ ഇത്രയധികം സാലറി വാങ്ങുന്ന ഒരു നായകനായത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. വിജയ്ക്ക് മുകളിൽ 300 കോടി രൂപ പുഷ്പ 2 വേണ്ടി വാങ്ങിച്ച അല്ലു അർജുനാണ് ഉള്ളത്. അതിന് താഴെ വിജയ് നിൽക്കുമ്പോൾ വിജയ് സിനിമ കരിയറോട് തന്നെ അവസാനം പറയുന്നു ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ ഖതം എന്നൊക്കെ പറഞ്ഞ് പടിയിറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ വിജയുടെ സ്വത്ത് എത്രയാണെന്നുള്ള ചോദ്യമുണ്ട്. ഏകദേശം 600 കോടിയോളം രൂപയാണ് വിജയുടെ സ്വത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന ഏറ്റവും വലിയ പ്രതിഫലമായിട്ടും ജനനായകൻ എന്ന സിനിമയ്ക്ക് മാറുന്നു 275 കോടി. കയ്യിലുള്ള കാറുകൾ എന്ന് പറയുന്നത് വിവിധ ശേഖരണങ്ങളാണ്. അതായത് റോൾസ് റോയ്സിൻ്റെ ഘോസ്റ്റ് ആവട്ടെ, BMW സീരീസ്, ഓഡി സീരീസ്, മസ്റ്റാങ്, ഫെറാറി, അങ്ങനെ തുടങ്ങി നിരവധി കാറുകൾ അദ്ദേഹത്തിൻ്റെ ഗരാഷിലുണ്ടെന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സിനിമ മാത്രമാണ് വിജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത്. ഏകദേശം 15 മുതൽ 20 കോടിയോളം രൂപയാണ് അദ്ദേഹം ബ്രാൻഡിങ്ങിൽ നിന്ന് മാത്രം, അതായത് അഡ്വർടൈസ്മെൻറ്റ്സ് ബ്രാൻഡിങ്ങിൽ നിന്നും അദ്ദേഹം നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് എന്ന് പറയുന്നത്. ബീച്ച് സൈഡിൽ ഒരു വീട്, അല്ലാതെ തന്നെ 3-4 വീടുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ വിജയുടെ പേരിൽ ഇതെല്ലാം തന്നെ ഉണ്ട് താനും. അങ്ങനെ വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വത്തുക്കൾ അല്ലെങ്കിൽ വിജയുടെ വർത്ത് ഇത്രയാണ് എന്നുള്ളതും കൂടി പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ വിജയുടെ മകൻ ഇപ്പോൾ സംവിധാന രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. സുദീപ് കൃഷ്ണയെ നായകനായിക്കൊണ്ടാണ് അദ്ദേഹം ആ സിനിമ സംവിധാനം ചെയ്യുന്നത്. അത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ആ സിനിമയുടെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ വിജയോ വിജയുടെ കുടുംബമോ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിജയുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് വെട്രിയാണ്. വെട്രിയിൽ അഭിനയിക്കുമ്പോൾ വിജയ് വളരെ ചെറുപ്പമാണ്. അതിനുശേഷം അദ്ദേഹത്തിന് പടിപടിയായിട്ടുള്ള മുന്നേറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2004 മഹേഷ് ബാബുവിൻ്റെ തെലുങ്ക് ചിത്രത്തിൻ്റെ റീമേക്കായിട്ട് ഗില്ലി വരുമ്പോൾ, ഗില്ലിയാണ് ഒരു പക്ഷേ തമിഴ് സിനിമാ മേഖലയിൽ ആദ്യമായിട്ട് 50 കോടി രൂപ മാർക്കറ്റ് കടന്നുപോയൊരു സിനിമ എന്ന് പറയുന്നത്. അതിന് മുന്നേ നിങ്ങൾക്ക് ഒരുപാട് ഹിറ്റ് സിനിമകളൊക്കെ കാണാം, രജനീകാന്തിൻ്റെയൊക്കെ സിനിമകൾ കാണാം, പക്ഷേ അതൊന്നും 50 ക്രോസ് ടച്ച് ചെയ്തിട്ടില്ല. ആദ്യമായി തമിഴ് സിനിമാ മേഖലയിൽ ഗ്രോസ് കളക്ഷൻ നേടിയ 50 കോടി രൂപ എന്ന് പറയുന്നത് ഗില്ലിയാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുകയാണ് വിജയുടെ സ്റ്റാർഡം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ പല സിനിമകളുണ്ടെങ്കിൽ പോലും ഒരു സ്റ്റാർഡമിന് തുടക്കമായിട്ട് അതിനെ കണക്കാക്കാം. പിന്നീട് തമിഴ് സിനിമാ മേഖലയിൽ ഓരോ സ്കീമാറ്റിക്സും മാറ്റിയെടുക്കാൻ വിജയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒരു നടനും കഴിയാൻ പറ്റാതെ പോയത് വിജയ്ക്ക് കഴിഞ്ഞു. വിജയ്ക്ക് ഒരു ആരാധക കൂട്ടം ഉണ്ടാക്കാൻ സാധിച്ചു. ആ ആരാധക കൂട്ടം വളരെ വിശ്വസനീയിക്കാൻ പറ്റുന്നവരാണ്, വളരെ ലോയലാണ്. പ്രഭാസ് പറയാറുണ്ട് ഡൈ ഹാർഡ് ഫാൻസ്, മൈ ഡാർലിംഗ് ഫാൻസ് എന്നൊക്കെ. പക്ഷേ ഈ പ്രഭാസിൻ്റെ ആരാധകർ പോലും പ്രഭാസിനെ അത്രയും വിശ്വസിക്കില്ല. ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ പ്രഭാസ് ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് പറയാം. പ്രഭാസ് എന്ന നായകൻ ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ തന്നെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ തന്നെയാണ്, ഒരു തർക്കവും വേണ്ട. ഇപ്പോൾ സ്പിരിറ്റ് എന്ന സിനിമയിൽ സന്ദീപ് റെഡ്ഡി വാങ്ക പ്രഭാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഷാറൂഖ് ഖാൻ ആരാധകർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ചൊടിപ്പിക്കുകയും ചെയ്തു. കണക്കുകൾ സൂചിപ്പിക്കും. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാം, പ്രഭാസ് ഇസ് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് പറയാനുള്ള കാരണം പ്രഭാസിൻ്റെ അടുപ്പിച്ചുള്ള എല്ലാ സിനിമകളും നിങ്ങൾ നോക്കിക്കോളൂ. ആഫ്റ്റർ ബാഹുബലി, ടേക്ക് ഫോർ എക്സാമ്പിൾ സാഹോ, രാധേശ്യാം, ആദി പുരുഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിലീസായ രാജാ സാബ് ഉൾപ്പെടെ നിങ്ങൾ എടുത്തു പോയിക്കഴിഞ്ഞാൽ എല്ലാം 100 കോടി ക്ലബിലേക്ക് ആദ്യ ദിവസം എത്തുന്നുണ്ട്. കൺസിസ്റ്റൻ്റ് ആണ്. കൽക്കി, ഈ 5 സിനിമകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് 100 crores കയറുന്നുണ്ട്. നെഗറ്റീവ് റിവ്യൂസ്, രാജാ സാബിന് ആദ്യത്തെ ഷോയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു. എന്നിട്ട് പോലും ആ സിനിമയെ വിജയിപ്പിക്കാൻ ഉച്ചയ്ക്കും രാത്രിയും വൈകിട്ടും ഒക്കെ ആരാധകർ തിയേറ്ററിലേക്ക് വന്നു. അവിടെയാണ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ കാരണം. ഷാറുഖ് ഖാൻ പോലും ഡങ്കിക്ക് ആദ്യത്തെ ദിവസം 100 കോടി ഇല്ല. അവിടെയാണ് വ്യത്യാസം. ഷാറുഖ് ഖാൻ രാജ്കുമാർ ഹിറാനിയുമായി ചെയ്തിരിക്കുന്ന ഡങ്കി എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ ദിവസം 100 കോടി കളക്ഷൻ ഇല്ല. അവിടെ കൺസിസ്റ്റൻസി കാരണമാണ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രഭാസ് എന്ന് സന്ദീപ് റെഡ്ഡി വാങ്ക വിശേഷിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ട്രൂ. ഒരു തരത്തിലും ബോക്സ് ഓഫീസ് കളക്ഷനിൽ അങ്ങനെ. ബട്ട് സൗത്ത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഇസ് വിജയ്. അതിനകത്ത് ഒരു തർക്കമില്ല. നോർത്തിൽ വിജയ്ക്ക് എത്രമാത്രം ഒരു ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം, ലൈക്ക് പ്രഭാസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നിൽക്കുന്നുണ്ട്. കാരണം ബാഹുബലി ക്രേസ് ഇൻ നോർത്ത് ഇന്ത്യ ഈസ് നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. ഭയങ്കര ക്രേസാണ്. വർഷം ഇത്രയും കഴിഞ്ഞിട്ട് പോലും ബാഹുബലി പോലൊരു സിനിമ വേണമെന്ന് പല പ്രേക്ഷകർ ഉൾപ്പെടെ, ഇപ്പോൾ കരുൺ ജോഹറിൻ്റെ ഒക്കെ ഉൾപ്പെടെയുള്ള വാക്കുകൾ അതൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. ലൈക്ക് ബാഹുബലി എന്ന് പറയുന്നൊരു പ്രഭാസിനൊരു ഗോഡ്ലി ഫിഗറായിട്ട് നോർത്ത് ഇന്ത്യൻകാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലൊരു ഗോഡ്ലി ഫിഗറായിട്ടാണ് സൗത്ത് ഇന്ത്യയിലെ ആളുകൾ വിജയെ കാണുന്നത്. വളരെ വ്യക്തമാണത്. അപ്പോൾ അങ്ങനെ
പട്ടിയായിട്ടുള്ള വിജയുടെ കയറ്റം എൻ്റർടൈൻമെൻറ്റ് മാസ് മസാല സിനിമകൾ, കമേഴ്ഷ്യൽ സിനിമകൾക്ക് വാല്യൂ കൊടുക്കുക, അങ്ങനെ കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്ത് മാസ് മസാല എൻ്റർടൈൻമെൻറ്റ്സ് ചെയ്ത് ആരാധകരെ കൂട്ടത്തോടെ തിയേറ്ററിലേക്ക് കൊണ്ടുവരിക, തൻ്റെ സിനിമ എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്, ഫെസ്റ്റിവലാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിജയ് ആ സിനിമകൾ മുന്നോട്ട് കൊണ്ടുപോവുക, തൻ്റെ ആരാധകർ ഒരിക്കലും ചീറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലാതെ അവർക്ക് വേണ്ടി മാത്രമായിട്ട് സിനിമകൾ ചെയ്യുന്നൊരു കമേഴ്ഷ്യൽ എൻ്റർടൈനറായിട്ട് വിജയ് മാറുക. പല ഘട്ടത്തിലും വേണമെങ്കിൽ വിജയ്ക്ക് ട്രാക്ക് മാറാമായിരുന്നു, തൻ്റെ അഭിനയം എക്സ്പ്ലോർ ചെയ്യുന്നൊരു സിനിമ വേണം. കാരണം പലപ്പോഴും വിജയ് കേൾക്കുന്നൊരു വിമർശനം എന്ന് പറഞ്ഞാൽ വിജയ്ക്ക് അഭിനയിക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. വിജയ് അതിന് പല സിനിമകളിലെയും ചില രംഗങ്ങൾ കാരണം തന്നെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഒരു മുഴുനീള സിനിമ തൻ്റെ അഭിനയം കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു സിനിമ ചെയ്യാം എന്ന് പറഞ്ഞൊരു വിജയ് ഇതുവരെ ഒരു സിനിമ ചെയ്തിട്ടില്ല. വിജയ് സിനിമകൾ ചെയ്യുന്നത് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്, ഓഡിയൻസിൻ്റെ പൾസ് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇവിടെ ചുമ്മാ കിടന്ന് പലരും അഭിനയിക്കുക എന്നൊക്കെ പറയുന്ന പോലെയല്ല. വിജയ്ക്ക് കൃത്യമായിട്ടൊരു ഓഡിയൻസിന്, അതാണ് വിജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ആ ട്രാക്ക് വിജയ് ലേ ചെയ്തേക്കുന്ന ആ ട്രാക്കിൽ നിന്ന് ആ ട്രെയിൻ ഇതുവരെ പാളം തീറ്റിയിട്ടില്ല. ആ ട്രെയിൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ടിൽ ദിസ് മൊമെൻറ്റ്. ആ ട്രാക്കിൽ നിന്ന് വിജയ് മാറിയിട്ടേ ഇല്ല. പല എക്സ്പെരിമെൻറ്റ്സ് ഈ മാസ് കമേഴ്ഷ്യൽ എൻ്റർടൈനേഴ്സിൽ നടത്തിയിട്ടുണ്ട് വിജയ്. ഈ മാസ് കമേഴ്ഷ്യൽ എൻ്റർടൈനർ എന്ന് പറയുന്ന സ്ഥാനത്തിൽ നിന്ന് വിജയ് മാറിയിട്ടില്ല. ഇപ്പോൾ പോലും ഒരു പാട്ടിൽ പോലും വിജയ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാം. അത് എൻ്റെ ഓഡിയൻസിന് ആഘോഷിക്കാൻ കഴിയുന്ന പാട്ടായിരിക്കണം. ഇൻട്രോ സോങ് ആണെങ്കിൽ അത് ആഘോഷിക്കാൻ കഴിയുന്ന പാട്ടായിരിക്കണം എന്നുള്ളത് വിജയ്ക്ക് ഗോട്ടിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് വ്യക്തമാണ്. ഇപ്പോൾ വിസിൽ പോഡ് എന്ന പാട്ടെന്ന് പറയുന്നത് വിജയുടെ ഇൻട്രൊഡക്ഷൻ സോങ് ആണ്. അതൊരു ആഘോഷ പാട്ടായിരിക്കണം. അത് വിജയ്ക്ക് വളരെ നിർബന്ധമാണ്. ഈ ആഘോഷ പാട്ടുകൾ തിയേറ്ററിൽ വരിക. ഇപ്പോൾ ഗില്ലി റീ റിലീസ് ചെയ്ത സമയത്ത് 20 കോടി രൂപയാണ് ആ സിനിമ റീ റിലീസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയത്. 20 crore rupees. എന്നാൽ തമിഴ് സിനിമയിൽ പുതുതായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് പോലും അത്രയും കിട്ടത്തില്ല. ഐ ബെറ്റ് യു. അപ്പം ഞാൻ പറയുന്നത് ഇത്ര വട്ടം തിയേറ്ററിലും ടി വിയിലും കണ്ട സിനിമ തിയേറ്ററിൽ പോയി ആഘോഷിക്കാൻ വേണ്ടി മാത്രം ആളുകൾ കാണുമ്പോഴേക്കും അതൊരു റിപ്പീറ്റ് വാച്ചാണ്. അതിങ്ങനെ കാലങ്ങളോളം നിൽക്കും. ആഫ്റ്റർ ജനറേഷൻസ് ഇങ്ങനെ നിൽക്കും. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം റീ റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് എന്തുകൊണ്ടാണ് മോഹൻലാൽ സിനിമകൾ ഇവിടെയും മമ്മൂട്ടി സിനിമകൾ ഇവിടെയും നിൽക്കുന്നത്? നമ്മൾ നോക്കുമ്പോഴേക്കും മമ്മൂക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്സ് എല്ലാം നിൽക്കുന്നത്. ബട്ട് മമ്മൂട്ടി സിനിമകൾക്ക് എന്ന് പറയുന്ന ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഇൻ തിയേറ്റേഴ്സ് ഇസ് കമ്പാരിറ്റീവ്ലി ലോ ദാൻ കമ്പയർഡ് ടു മോഹൻലാൽ. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ, ഇപ്പോൾ ചോട്ടാ മുംബൈ ആയാലും രാവണപ്രഭു ആയാലും ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ വന്നിട്ട് ആളുകൾ ആഘോഷമാക്കുന്നത്. നേരെ മറിച്ച് മമ്മൂക്ക സിനിമകൾ റീ റിലീസ് ചെയ്ത സിനിമകൾ തിയേറ്ററിൽ വലിയ ലാഭം പോയിട്ട് തിയേറ്ററുകൾ ആളെപ്പോലും കൂട്ടാൻ സാധിച്ചിട്ടില്ല. നേരെ മറിച്ച് അവിടെ മണിച്ചിത്രത്താഴും ദേവദൂതനും ഒക്കെ ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡിഫറൻസുകളാണ് ഈ സൂചിപ്പിക്കുന്നത്. ഇന്ന് കരുതി മമ്മൂക്ക റീ റിലീസ് ചെയ്ത സിനിമകളായിട്ടെ അല്ലെങ്കിൽ മമ്മൂക്കയുടേതായി റീ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. ബിഗ് ബി അല്ലെങ്കിൽ മറ്റേ ബ്ലാക്ക് ഒക്കെ തിയേറ്റർ വരണമെന്ന് ആഗ്രഹിക്കുക പലരും പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ബ്ലാക്കിലെ ഷൺമുഖൻ ഇപ്പോൾ തിരിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. രഞ്ജിത്തിൻ്റെ സിനിമയിലാണ് ഷൺമുഖനായിട്ട് വരുന്നത്. അതിൽ പ്രകാശ് വർമ്മയാണ് പ്രധാനപ്പെട്ട വേഷത്തും കൈകാര്യം ചെയ്തത്. അതിൽ ഷൺമുഖനായിട്ട് നമുക്ക് എത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ ബ്ലാക്ക്, രാജമാണിക്യം, അണ്ണം തമ്പി, ഈ സിനിമകളൊക്കെ തുറുപ്പുകൂലാൻ ഈ സിനിമകളൊക്കെ റീ റിലീസ് വന്ന ആളുകൾ കയറും. പക്ഷേ സെറ്റ് ഓഫ് ഫിലിംസ് ദാറ്റ് ആർ ബീങ് റിലീസ് ബൈ മമ്മൂട്ടി എന്ന് പറയുന്നത് എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഈ വിജയ് പടങ്ങൾക്കുമുള്ള പൾസ് അതാണ്. ഈ വിജയ് സിനിമകൾക്കുമുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ഒരു കൂട്ടായ്മ, ആ ഒരു യൂണിറ്റി ഇൻ ഫാൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതൊരു ട്രെൻഡിങ് ആയിട്ട് തന്നെ പോയി. അതിനകത്ത് വേറെ ഗട്ടേഴ്സ് ഒന്നുമില്ല. അടുത്ത പടം എൻ്റർടൈനർ. അപ്പോൾ വിജയ് ആരാധകർ എന്ന് പറയുമ്പോഴേക്കും എൻ്റർടൈൻമെൻറ്റ് ഓഡിയൻസ് മാത്രമായിട്ട് മാറി. നേരെ മറിച്ച് സൂര്യ അങ്ങനെയല്ല. സൂര്യ പല ജോണേഴ്സും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സിനിമകൾ ബയോപിക് ആയിരിക്കാം, ചിലത് ഫിക്ഷണൽ ആയിരിക്കാം, ചിലത് റിയൽ ലൈഫ് സ്റ്റോറി ആയിരിക്കാം. അപ്പോൾ ഒരു ജോണർ ഫിക്സേഷൻ എന്നൊരു സാധനമില്ല. രജനീകാന്ത് 50 വർഷത്തോളമായി സിനിമാ മേഖലയിൽ നിൽക്കുന്നു. രജനീകാന്തിൻ്റെ സ്വാഗ്, സ്റ്റൈല്, ഓറ, ഇത് മൂന്നും ക്രിയേറ്റ് ചെയ്യുക, മാസ് മസാല എൻ്റർടൈനേഴ്സ് ഫോളോ ചെയ്യുക. ഇത് തന്നെയാണ് രജനീകാന്ത് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രജനിക്ക് ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ട്. കമൽ ആവട്ടെ പല ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ പോയി ആക്ടിങ്ങിൻ്റെ പല മേഖലകളിലൊക്കെ പോയി അങ്ങനെ വരുമ്പോഴേക്കും അതിന് ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സിനിമാ സ്നേഹികൾ എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗം ആളുകളാണ് നിൽക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫാൻസ്, ഇവിടെ മൂവി ലവേഴ്സ്. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഇതിനകത്ത് മൂവി ലവേഴ്സും ഉണ്ടില്ലെന്നല്ല, ബട്ട് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഫാൻസ് ആൻഡ് മൂവി ലവേഴ്സ്. ഇവിടെ മൂവി ലവേഴ്സ് ഇതാണ് ഈ പറയുന്നത്. അപ്പം ഈ ഹാർഡ് ട്രൂത്താണ്, വെദർ യു ടേക്ക് ഇറ്റ് ഓർ നോട്ട്. പക്ഷേ അങ്ങനൊരു സംഭവം ഉള്ളപ്പോഴാണ് വിജയ്ക്ക് ഇങ്ങനൊരു കൺസിസ്റ്റൻസി ഉണ്ടാക്കാൻ പറ്റുന്നത്. വിജയ്ക്ക് ആ കൺസിസ്റ്റൻസി തുടങ്ങിയ സമയം തൊട്ട് ഇങ്ങനെ പോകാൻ പറ്റി. അതേ ട്രാക്കിൽ പിടിച്ച് അതുകൊണ്ട് ഓരോ സിനിമ വരുമ്പോൾ പോലും ഓരോ സ്കീമാറ്റിക്സ് മാറി. ലൈക്ക് പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞ പോലെ ഒരു വിജയ് സിനിമ റിലീസാകുമ്പോഴേക്കും ആ ഇൻഡസ്ട്രിയുടെ സ്കീമാറ്റിക്സ് ആണ് മാറുന്നത്. ആ സ്കീമാറ്റിക്സ് ഇങ്ങനെ മാറ്റിയെടുത്താണ് വിജയ് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ വിജയുടെ ആസ്തിയെക്കുറിച്ചും വിജയ് അവസാനമായി ഇപ്പം
പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പോവാണ്. ജനനായകൻ എന്ന സിനിമ റിലീസും കൂടെ കഴിഞ്ഞ് ഈ തലവേദനയൊക്കെ മാറി ജനനായകൻ എന്ന റിലീസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വിജയ് ഇസ് ഔട്ട് ഓഫ് സിനിമ പോവുമായിരിക്കും. എന്താണ് ജനനായകൻ അവസാനമൊക്കെ ഒളിപ്പിച്ച് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പം അത് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ CBI അന്വേഷണം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തമിഴക വെട്ടിക്കഴകവുമായി ബന്ധപ്പെട്ടുള്ള പൊളിറ്റിക്കൽ റാലീസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളോ, ഇനി TVക്ക് ആരെങ്കിലുമായിട്ട് അലയൻസ് എടുക്കാൻ പോവാണ്, BJP ആയിട്ട് പോകാൻ പോകണോ, കോൺഗ്രസ് ആയിട്ട്, ഒന്നും അറിയില്ല. ബിക്കോസ് TVക്ക് ആയിട്ടൊന്നും പറയുന്നില്ല ടിൽ ഡേറ്റ്. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് അവസാനത്തെ സിനിമയെ ജനനായകനും കൂടെ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വിജയുടെ ആസ്തി എത്രയുണ്ടെന്നുള്ള ടോക്കുകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതും അത് നമ്മളൊന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.